ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് മോഡൽ ലാബ് വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്കൂളുകളിൽ നടത്തിയ ലാബ് മോഡൽ പ്രാക്ടിക്കൽ പരീക്ഷയിലെ ലാബ് 27 ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ് എന്ന ലാബിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. മോഡൽ പരീക്ഷാ സമയത്ത് കുട്ടികൾ നേരിട്ട പ്രശ്നങ്ങൾ ദൂരീകരിക്കാനും പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ വളരെ നല്ല രീതിയിൽ എഴുതുവാനും ഈ വീഡിയോ ഉപകരിക്കുന്നു. വീഡിയോ ആവർത്തിച്ചു കാണുക. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലാബ് 27 ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ്. ഓരോ ചോദ്യത്തിനും 10 മാർക്കാണ് ഉള്ളത്. അതിൽ 8 മാർക്കാണ് പരമാവധി ഒരു ലാബിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. Draw the graph of the function f of x equal to x cube plus 3x square minus 2. Observe the graph and find the intervals in which the function is increasing or decreasing. അതിനുവേണ്ടി നാം ഇവിടെ പുതിയൊരു ജിയോജിബ്ര വിൻഡോ സെലക്ട് ചെയ്യുന്നു. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എൻ്റർ ചെയ്യുന്നു. എക്സ് ക്യൂബ് പ്ലസ് 3x square minus 2. ഇതേ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ എൻ്റർ ചെയ്ത് എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. എക്സ് ക്യൂബ് പ്ലസ് 3x square മൈനസ് 2. ഇതിലെ ചോദ്യം ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. ഏത് ഇൻ്റർവെല്ലിലാണ് ഫംഗ്ഷൻ ഇൻക്രീസിംഗ്, ഏത് ഇൻ്റർവെല്ലിലാണ് ഫംഗ്ഷൻ ഡിക്രീസിംഗ് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതിനുവേണ്ടി നമുക്കറിയാം -2 എന്ന പോയിൻ്റിലാണ് ഒരു മാക്സിമം വാല്യൂ, ഒരു ലോക്കൽ മാക്സിമം വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ 0 വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, -2 എന്ന പോയിൻ്റിലാണ് ഈ കർവ് ട്വിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 0 -2 ഈ പോയിൻ്റിലും ഒരു ലോക്കൽ മിനിമം വരുന്നുണ്ട്, ഇവിടെ ഒരു ലോക്കൽ മാക്സിമം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, -∞ -2 വരെ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്, 0 മുതൽ വീണ്ടും ഇൻഫിനിറ്റി വരെ വീണ്ടും ഇൻക്രീസിംഗ് ആണ്. ഇതിനിടയിൽ -2 മുതൽ 0 വരെയുള്ള ഭാഗത്താണ് ഫംഗ്ഷൻ ഡിക്രീസിംഗ്. ഇതാണ് നാം ഇവിടെ സൂചിപ്പിക്കേണ്ട ആൻസർ. അപ്പോൾ ആൻസറായിട്ട് എഴുതേണ്ടത് ഇൻക്രീസിംഗ് -∞ -2 ആൻഡ് 0 -2 മുതൽ 0 വരെ ഫംഗ്ഷൻ ഡിക്രീസിംഗ്, -2 മുതൽ 0 വരെ ഫംഗ്ഷൻ ഡിക്രീസിംഗ്. ദെൻ ഇതിലെ രണ്ടാമത്തെ ചോദ്യം പറയുന്നത് മേക്ക് ദ ഡിസ്റ്റൻസ് ഓൺ എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/2. ആക്സിസ് ഗ്രാഫിക്സിൽ എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ π/2 ക്ലോസ് ചെയ്താൽ എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/2. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 - cos 2x. 1 - cos 2x. 1 - cos ബ്രാക്കറ്റ് 2x. ഇപ്പോൾ നമുക്കൊരു കർവ് ലഭിച്ചിട്ടുണ്ട്. ഈ കർവ് എൻ്റർ ചെയ്തു. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഓൺ 0 മുതൽ π വരെയുള്ള ഇൻ്റർവെല്ലിൽ എവിടെയാണ് ഇൻക്രീസിംഗ്, എവിടെയാണ് ഡിക്രീസിംഗ്. 0 മുതൽ π വരെ നമുക്കറിയാം, 0 മുതൽ π/2 വരെ ഇൻക്രീസിംഗ്, π/2 മുതൽ π വരെ ഡിക്രീസിംഗ്. ഇതാണ് നാം ഡയറക്റ്റായിട്ട് എഴുതാനുള്ളൂ. അപ്പോൾ 2 എന്ന് ആൻസർ എഴുതിയതിൻ്റെ ശേഷം ഇൻക്രീസിംഗ് ഓൺ 0 π/2, ഡിക്രീസിംഗ് ഇൻ π/2, π. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടും കഴിഞ്ഞു. ഡു ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ക്രിയേറ്റ് ആൻ അപ്ലെറ്റ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² - 4x, x² - 4x plus 2. x² പഴയ കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു, പുതിയൊരു വിൻഡോ എടുക്കുന്നു, അല്ലെങ്കിൽ പഴയത് ഡിലീറ്റ് ചെയ്യുന്നു. x²
-4x + 2 എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കർവ് ലഭിച്ചു. ഈ കർവിൽ പ്ലോട്ട് എ പോയിൻ്റ് ഓൺ ദ ഗ്രാഫ്. നമുക്കറിയാം ഈ കർവിൽ പോയിൻ്റ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഒരു സ്ലൈഡർ നമുക്ക് ആവശ്യമാണ്. സ്ലൈഡറിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല, എങ്കിലും നമുക്ക് സ്ലൈഡർ 0.01 ഇൻക്രിമെൻ്റ് കൊടുക്കുന്നു. മിനിമം -10 കൊടുക്കാം, മാക്സിമം 10 കൊടുക്കാം. ദെൻ ഈ കർവിൻ്റെ മുകളിൽ പോയിൻ്റ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആ കർവിലെ പോയിൻ്റ് എ ആണെങ്കിൽ അതിലെ y കോർഡിനേറ്റ് f(a) ആയിരിക്കും. അതുകൊണ്ട് a, f(a) എന്നതാണ് എൻ്റർ ചെയ്യാനുള്ളത്. ഈ കാര്യം ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പോയിൻ്റ് വളരെ കൃത്യമായി ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. പോയിൻ്റ് ഓൺ എ, പ്ലോട്ട് പോയിൻ്റ് എ ഓൺ ദ ഗ്രാഫ്. പോയിൻ്റ് വരയ്ക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പോയിൻ്റ് വെറുതെ പ്ലോട്ട് ചെയ്താൽ കർവിൻ്റെ മുകളിലെ പോയിൻ്റ് ആകില്ല. തുടർന്ന് ഡ്രോ ദ ടാൻജൻറ്റ് ടു ദ കർവ് അറ്റ് എ ആൻഡ് ഫൈൻഡ് ഇറ്റ് സ്ലോപ്പ്. അതിനു വേണ്ടിയിട്ട് ടാൻജൻറ്റ് വരയ്ക്കേണ്ടതുണ്ട്. ടാൻജൻറ്റ് പോയിൻ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, കർവിലും ടാൻജൻറ്റ്. ദെൻ സ്ലോപ്പ് കാണുന്നതിന് വേണ്ടിയിട്ട് സ്ലോപ്പ് ലൈനിൻ്റെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് സ്ലോപ്പ് ലഭിക്കുന്നു. സ്ലോപ്പും കിട്ടി. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഏത് ഭാഗത്താണ് പോസിറ്റീവ്, ഏത് ഭാഗത്താണ് നെഗറ്റീവ് എന്നതാണ് കാണേണ്ടത്. നമുക്കൊരു സ്ലൈഡർ ഇല്ലെങ്കിൽ ഇങ്ങനെ നീക്കാനോ ഏത് പോയിൻ്റിലാണ് ടാൻജൻറ്റ് വരയ്ക്കേണ്ടതെന്നോ സ്ലോപ്പ് പോസിറ്റീവ് നെഗറ്റീവ് തീരുമാനിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൽ ഇപ്പോഴുള്ള സ്ലോപ്പ് നമുക്കറിയാം. സ്ലോപ്പ് -23.56. ഈ സ്ലോപ്പ് എവിടെയാണ് പോസിറ്റീവ് ആകുന്നത്, എവിടെയാണ് നെഗറ്റീവ് ആകുന്നത് എന്നതാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. അതിനുവേണ്ടി ഇതാ സ്ലോപ്പ് ഇപ്പോഴും നെഗറ്റീവാണ്. സ്ലോപ്പ് നെഗറ്റീവാണ്. നമുക്കറിയാം ഒരു 2 എന്ന പോയിൻ്റിൽ ഒരു സാധ്യതയുണ്ട്. അതാണോ എന്ന് അവസാനം ഒന്ന് പരിശോധിക്കുന്നു. സ്ലൈഡർ 2ലേക്ക് എത്തണം. -3 പോയിൻ്റ് ആയിട്ടുള്ളൂ. ഇതാ വീണ്ടും സ്ലോപ്പ് കുറഞ്ഞു വരികയാണ്. ഇനിയും സ്ലോപ്പ് സ്ലൈഡറിൻ്റെ വാല്യൂ 2 അടുക്കുന്നു. 1.96 ഈ സമയത്ത് സ്ലോപ്പ് 0 ആണ്. അതായത് ഈ പോയിൻ്റാണ് ഒരു ലോക്കൽ മിനിമം എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് -∞ മുതൽ 2 വരെ സ്ലോപ്പ് നെഗറ്റീവാണ്. 2 മുതൽ ഇൻഫിനിറ്റി വരെ വീണ്ടും സ്ലോപ്പ് പോസിറ്റീവാണെന്ന് നമുക്ക് കാണാം. ഇതിന് ആൻസറായിട്ട് നാം എഴുതാനുള്ളത് slope of the tangent is negative in -∞ to slope of the tangent is positive in 2 infinity. Slope of the tangent is ഇവിടെ നമ്മൾക്ക് ചോദ്യം സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത്. ഇത് അടുത്ത ചോദ്യത്തിൻ്റെ ആൻസറാണ്. ഇനി ഇത് കഴിഞ്ഞു. ദെൻ രണ്ടാമത് ഈ പോയിൻ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം കർവ് ഒന്ന് മാറ്റാൻ പറയുന്നുണ്ട്. 2 - x³. അപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം 2 - 2x³, 2x³ then -x, then enter. ഇപ്പോൾ കർവിന് മാറ്റം വന്നു. ഇതാണ് ക്വസ്റ്റ്യനിൽ പറയുന്ന ഡബിൾ ക്ലിക്ക് ഓൺ ദ ഗ്രാഫ് ആൻഡ് എഡിറ്റ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഡബിൾ ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം വീണ്ടും നാം ഇതേ രീതിയിൽ സ്ലോപ്പ് സ്ലൈഡർ ഒന്ന് നീക്കുമ്പോൾ നമുക്ക് കാണാം സ്ലോപ്പ് ഇപ്പോഴും നെഗറ്റീവാണ്. -441 പോയിൻ്റാണ്. ആ സ്ലോപ്പ് ഇങ്ങനെ മാറി വരുന്നുണ്ട്. സ്ലൈഡർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്ലൈഡർ -5.42. വീണ്ടും സ്ലോപ്പ് നീങ്ങുമ്പോൾ ഇപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. സ്ലോപ്പ് വീണ്ടും നെഗറ്റീവാണ്. സ്ലോപ്പ് ഏതെങ്കിലും പോസിറ്റീവിൽ ഏതെങ്കിലും പോയിൻ്റിൽ നെഗറ്റീവിൽ നിന്ന് മാറുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ഇപ്പോഴും സ്ലോപ്പ് നെഗറ്റീവാണ്. സ്ലോപ്പ് ഏത് സമയവും നെഗറ്റീവായി തുടരുന്നതായിട്ട് നമുക്ക് കാണാം.
എല്ലാ സമയത്തും സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് കാണാം. അതായത് സ്ലോപ്പ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. സ്ലോപ്പ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. അതിൻ്റെ ആൻസറാണ് നേരത്തെ വായിച്ചത്. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രത്യേകത, പെക്യൂലിയാരിറ്റി ചോദിച്ചാൽ എഫ് ഈസ് ഡിക്രീസിങ് ഇൻ ക്യാപിറ്റൽ ആർ. റിയൽ നമ്പറിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ് എന്ന് കാണാം. ദെൻ അടുത്ത ചോദ്യം, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x ക്യൂബ് മൈനസ് 4x സ്ക്വയർ മൈനസ് 6x പ്ലസ് 3. നമുക്കതൊന്ന് എൻ്റർ ചെയ്യാം. ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x ക്യൂബ് മൈനസ് 4x സ്ക്വയർ മൈനസ് 6x ദെൻ പ്ലസ് 3. കർവ് എൻ്റർ ചെയ്തു. കർവ് ശരിയാണോ നോക്കാം. 3x ക്യൂബ് മൈനസ് 4x സ്ക്വയർ മൈനസ് 6x പ്ലസ് 3. 3x ക്യൂബ് മൈനസ് 4x സ്ക്വയർ മൈനസ് 6x പ്ലസ് 3. ഓൾജിബ്രൈക് വ്യൂ ഇടയ്ക്ക് പരിശോധിക്കുന്നത് നല്ലതാണ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഡാഷ് എക്സ് ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. അതിനു വേണ്ടിയിട്ട് ഫംഗ്ഷൻ്റെ പേര് എഫ് ഓഫ് എക്സ് ആണ്. നാം ഇൻപുട്ട് ബാറിൽ DERF ഫംഗ്ഷൻ്റെ പേര് എഫ് ആണ്. എഫ് എൻ്റർ ചെയ്താൽ മതി. ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കിട്ടി. ഈ ഗ്രീൻ കളറിലുള്ളതാണ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഹെൻസ് ഫൈൻഡ് ഡെറിവേറ്റീവ് കണ്ടു. ഹെൻസ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം ഏത് പോയിൻ്റിലാണ് ഈ ഫംഗ്ഷൻ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണുന്നു. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എഫ് ഡാഷ് എക്സ് ആൻഡ് എക്സ് കോർഡിനേറ്റ്. ഇപ്പോൾ AB 2 പോയിൻ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് എ എന്ന പോയിൻ്റ് -0.49, 1.37, ഇതാണ് ബി കോർഡിനേറ്റ്. അതായത് ഇതിൻ്റെ മീനിങ് -∞ മുതൽ -0.49 വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അതുപോലെ തന്നെ ബി എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 1.37 ടു ഇൻഫിനിറ്റി ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഇതിൻ്റെ ഇടയിലുള്ള പോയിൻ്റായ -0.49 മുതൽ 1.37 വരെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെന്ന് കാണാം. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈ ഭാഗത്ത് നെഗറ്റീവ് ആണെന്നും നമുക്ക് കാണാം. ഇവിടെ ആൻസറായിട്ട് ചോദ്യം പറയുന്നത് ഏത് ഭാഗത്താണ് ഇൻക്രീസിങ് ഏത് ഭാഗത്താണ് ഡിക്രീസിങ് എന്നാണ്. അതിന് നാം ആൻസർ എഴുതേണ്ടത് -∞ മുതൽ -0.49 വരെ ഇൻക്രീസിങ് ആണ്. 1.37 മുതൽ ഇൻഫിനിറ്റി വരെയും ഇൻക്രീസിങ് ആണ്. ഇതിൻ്റെ ഇടയിലുള്ള പോയിൻ്റായ -0.49 മുതൽ 1.37 വരെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ് എന്ന് നമുക്ക് കാണാം. ഇതാണ് മാക്സിമ മിനിമ ആദ്യ വെർഷൻ. നമുക്കിനി ഇത് എല്ലാം ഡിലീറ്റ് ചെയ്യാം. സ്ലൈഡർ പിന്നെയും ആവശ്യമായതുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നില്ല. ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. പുതിയ വിൻഡോ എടുക്കുന്നതിന് പകരമാണ് ഈ കാര്യം ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ വെർഷൻ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ദെൻ -3x സ്ക്വയർ പ്ലസ് 3. ഇതാണ് നമ്മുടെ കർവ്. എക്സ് ക്യൂബ് -3x സ്ക്വയർ പ്ലസ് 3. കർവ് എൻ്റർ ചെയ്തു. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. അതിനുവേണ്ടി മുൻപ് ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് കാണാം. -∞ മുതൽ 0 വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. 2 മുതൽ ഇൻഫിനിറ്റി വരെ വീണ്ടും ഇൻക്രീസിങ് ആണ്. 0 മുതൽ 2 വരെ ഡിക്രീസിങ് ആണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്കിവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത് -∞ മുതൽ 0 വരെയും 2 മുതൽ ഇൻഫിനിറ്റി വരെയും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് എന്നും അതുപോലെ തന്നെ 0 മുതൽ 2 വരെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെന്നും കാണാം. 0 മുതൽ 2 വരെ ഡിക്രീസിങ്, -∞ മുതൽ 0 വരെ ഇൻക്രീസിങ്, 2 മുതൽ ഇൻഫിനിറ്റി വരെ വീണ്ടും ഇൻക്രീസിങ്. ഇതാണ് നാം എഴുതുന്നത്. ദെൻ രണ്ടാമത്തെ ചോദ്യം, മേക്ക് ദ ഡിസ്റ്റൻസ് ഓൺ എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/2.
നാം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ π/2 ആക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്കാണ് ചെയ്യുന്നത്. സൈൻ എക്സ് മൈനസ് കോസ് എക്സ്, ഡയറക്റ്റായിട്ട് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എൻ്റർ ചെയ്തു. സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഈ കർവിൽ നമുക്കിവിടെ പരിശോധിക്കാനുള്ളത് 0 മുതൽ 2π വരെയുള്ള ഇൻ്റർവെല്ലിൽ എവിടെയാണ് ഇൻക്രീസിങ് എവിടെയാണ് ഡിക്രീസിങ് എന്നതാണ് ഇവിടെ പരിശോധിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 0 മുതൽ π വരെ പരിശോധിക്കുമ്പോൾ 0 മുതൽ ഇതിൻ്റെ ഇടയിലുള്ളൊരു പോയിൻ്റ് ആയിരിക്കും 3π/4. 3π/4 മുതൽ π വരെയുള്ള ഭാഗത്ത് വീണ്ടും ഡിക്രീസിങ് ആയിട്ട് കാണാം. 0 മുതൽ 2π വരെയാണ്. 0 മുതൽ 2π വരെ, 0 മുതൽ 3π/4 വരെ ഇൻക്രീസിങ്, 3π/4 മുതൽ ബാക്കി വരുന്ന ഭാഗത്ത് ഡിക്രീസിങ്, 3π/4. ഇതിനെ നമുക്ക് ആക്സിസിനെ വേണമെങ്കിൽ ഒന്നും കൂടി മാറ്റാവുന്നതാണ്. ഇൻ ടേംസ് ഓഫ് π/2 എന്നുള്ളതിന് പകരം π/4 ആക്കി മാറ്റാം. കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപകരിക്കും. ഇപ്പോൾ അതാ 0 മുതൽ 2π എന്ന് പറഞ്ഞാൽ ഇതുവരെയാണ്. അപ്പോൾ 0 മുതൽ 3π/4 വരെ ഇൻക്രീസിങ്, 3π/4 മുതൽ 7π/4 വരെ വീണ്ടും ഡിക്രീസിങ്, 7π/4 മുതൽ 2π വരെ ഇൻക്രീസിങ്. ഇതാണ് നാം ഇവിടെ ആൻസറായിട്ട് എഴുതാനുള്ളത്. 0 മുതൽ 2π വരെ ഇതേ രീതിയിൽ ഡയറക്റ്റായിട്ട് ആൻസർ എഴുതാം. ഡു ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ക്രിയേറ്റ് ആൻ ആപ്ലെറ്റ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെ തന്നിരിക്കുന്നത് 2 മൈനസ് എക്സ് ക്യൂബ് മൈനസ് 3x². കർവ് എൻ്റർ ചെയ്യാം ഡയറക്റ്റായിട്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 മൈനസ് എക്സ് ക്യൂബ് ദെൻ മൈനസ് 3x². കർവ് എൻ്റർ ചെയ്തു. ഇനി ഇവിടെ പറയുന്നത് പ്ലോട്ട് പോയിൻ്റ് ഓൺ ദ ഗ്രാഫ്. ഇവിടെ പ്ലോട്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം a,f(a) എന്ന രീതിയിൽ പോയിൻ്റ് പ്ലോട്ട് ചെയ്യാൻ. ആദ്യം പ്ലോട്ട് ചെയ്യുന്ന പോയിൻ്റ് എല്ലായ്പ്പോഴും a എന്ന രീതിയിൽ തന്നെയാണ് വരിക. ഇനി അതല്ലെങ്കിൽ ക്യാപിറ്റൽ A ഈക്വൽ ടു എന്ന രീതിയിലും നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. a,f(a). ഇപ്പം നമുക്ക് a എന്ന ഒരു പോയിൻ്റ് ലഭിച്ചു. തുടർന്ന് അഡീഷണലായിട്ട് ബാക്കി ചെയ്യാനുള്ളത് ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ടാൻജൻറ്റ് വരയ്ക്കാൻ a എന്ന പോയിൻ്റ് ക്ലിക്ക് ചെയ്യുന്നു, ലൈനിലും ക്ലിക്ക് ചെയ്താൽ ടാൻജൻറ്റ് ലഭിച്ചു. ഇനി സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് ലൈനിലെ എല്ലായിടത്തും ഒരേ സ്ലോപ്പ് ആയതുകൊണ്ട് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും. ഇനി ചോദ്യം പറയുന്നത് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഏത് ഭാഗത്താണ് പോസിറ്റീവ് ഏത് ഭാഗത്താണ് നെഗറ്റീവ് എന്നാണ്. ഇപ്പോൾ സ്ലോപ്പ് നെഗറ്റീവാണ്. ഇതേ കാര്യം തന്നെ ഇപ്പോൾ സ്ലോപ്പ് ഇപ്പോഴും നെഗറ്റീവാണ്. ആ സ്ലോപ്പ് നെഗറ്റീവ് ഇപ്പോഴും നെഗറ്റീവാണ്. ഇതാ -2 എന്ന പോയിൻ്റിലെത്തുമ്പോൾ സ്ലോപ്പ് 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, -∞ മുതൽ -2 വരെ സ്ലോപ്പ് നെഗറ്റീവാണ്. -2 മുതൽ വീണ്ടും 0 വരെ സ്ലോപ്പ് പോസിറ്റീവാണ്. 0 മുതൽ വീണ്ടും ഇൻഫിനിറ്റി വരെ സ്ലോപ്പ് നെഗറ്റീവാണെന്ന് കാണാം. ഇതാണ് നാം ഇവിടെ ആൻസറായിട്ട് എഴുതാനുള്ളത്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് എഴുതാനുള്ളത് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഈസ് നെഗറ്റീവ് ഇൻ -∞ -2, പിന്നെ 0 മുതൽ ഇൻഫിനിറ്റി വരെ ടാൻജൻറ്റ് ഈസ് നെഗറ്റീവ്, -2 മുതൽ 0 വരെ സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. ഇതാണ് നമുക്കിവിടെ എഴുതാനുള്ളത്. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഈസ് നെഗറ്റീവ്, -∞ -2 and 0 infinity. Slope of the tangent is positive in -2 0. ഇനി ഇതിന് ശേഷം നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഇതിൽ തന്നെ രണ്ടാമത്തെ പാർട്ട് എഡിറ്റ് ദ ഫങ്ഷൻ. എഡിറ്റ് ദ ഫങ്ഷൻ ആൻഡ് എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. ഡബിൾ ക്ലിക്കാണ് ചെയ്യാനുള്ളത് ഈ നിലവിലുള്ള കർവിന്. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം
ആ കർവ് ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ് നാം ചെയ്യുന്നത്. ഫംഗ്ഷൻ എക്സ് ക്യൂബ് പ്ലസ് 2x then -1 എക്സ് ക്യൂബ് പ്ലസ് 2x -1 ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇനി ഈ സ്ലോപ്പിൻ്റെ പ്രത്യേകതയാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. സ്ലോപ്പ് പോസിറ്റീവാണ്. സ്ലോപ്പ് ഇവിടെ നോക്കിയാൽ അറിയാം, എം പോസിറ്റീവാണ്. വീണ്ടും പോസിറ്റീവ് തന്നെയാണ്, ഇപ്പോഴും പോസിറ്റീവാണ്. പ്ലസ് 203.23 വീണ്ടും സ്ലോപ്പ് കുറയുന്നുണ്ട് എങ്കിൽ പോലും പോസിറ്റീവിൽ നിന്ന് മാറുന്നില്ല. വീണ്ടും പോസിറ്റീവാണ്. ഏതെങ്കിലും സമയത്ത് അത് നെഗറ്റീവിലേക്ക് മാറുമോ, അതാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. 36.68 വീണ്ടും സ്ലോപ്പ് പോസിറ്റീവാണ്, ഇപ്പോഴും പോസിറ്റീവ് തന്നെ. ഇപ്പോഴും മാറ്റമില്ല, വളരെ കുറഞ്ഞു എങ്കിൽ പോലും ഒരിക്കലും നെഗറ്റീവിലേക്ക് എത്തുന്നില്ല. വീണ്ടും സ്ലോപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്ലോപ്പ് എല്ലാം ഇപ്പോഴും പോസിറ്റീവാണ്. സ്ലോപ്പ് പോസിറ്റീവാണ്, ഓൾവേസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അതിൻ്റെ പെക്യൂലിയാരിറ്റി ചോദിച്ചാൽ എഫ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഇൻ ആർ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ 2 - 6x³ + 6x² + 5x. നമുക്ക് ഇതേ ചോദ്യത്തിൽ സ്ലൈഡർ അല്ലാത്ത ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യാം. ചെയ്യാനുള്ളത് 2 - 6x³ + 6x² + 5x ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്തു. ഇനി ഇവിടെ ടെസ്റ്റിൽ പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് f'(x). f'(x) കാണാൻ ഫംഗ്ഷൻ്റെ പേര് എഫ് ആണ്, DER. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ f'(x) കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രീൻ കളറിലുള്ളതാണ് f'(x). അതിന് എക്സ് ആക്സുമായിട്ടുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണുന്നു, എക്സ് ആക്സിസ്. ഇപ്പോൾ നമുക്ക് 2 പോയിൻ്റ് കിട്ടി. എ -0.29, ബി എന്ന് പറഞ്ഞാൽ 0.96, നമുക്കിതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. അതായത് -∞ മുതൽ -0.29 വരെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അതേപോലെ 0.96 മുതൽ 0 വരെ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ വീണ്ടും ഡിക്രീസിങ് ആണ്. -0.29 മുതൽ 0.96 വരെയുള്ള വരെയുള്ള ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് കാണാം. ഇതാണ് നാം ഇവിടെ എഴുതുന്നത്. -∞ മുതൽ -0.29 വരെയും 0.96 മുതൽ ഇൻഫിനിറ്റി വരെയും ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെന്ന് കാണാം. ഇതിനിടയിലുള്ള -0.29 to 0.96 ഈ ഇൻ്റർവെല്ലിലാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിട്ട് കാണാം. അതായത് ഇവിടെ ഈ 2 കർവും കാണുന്നതിന് പകരം ഈ ഭാഗത്ത് ഡിക്രീസിങ് ആണ്, വീണ്ടും ഡിക്രീസിങ് ആണ്, ഇടയിലുള്ള ഭാഗത്താണ് ഇൻക്രീസിങ് ആയിട്ട് വരുന്നത് എന്ന് കാണാം. ഇതോടെ രണ്ടാമത്തെ വെർഷനും കഴിഞ്ഞു. ദെൻ മൂന്നാമത്തെ, അതിന് വേണ്ടിയിട്ട് നിലവിലുള്ള എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു, സ്ലൈഡർ ഒഴികെ എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ദെൻ അടുത്ത വെർഷൻ f(x) = 2 + x³ - 3x. കർവ് നമുക്ക് എൻ്റർ ചെയ്യാം. x³ അല്ല, x³ - 3x. നമുക്കത് എഡിറ്റ് ചെയ്താലും മതി. x³ - 3x + 2 നാം സൗകര്യത്തിന് ചെയ്തതാണ്. കർവിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയല്ല, 2 + x³ - 3x ആണ്. നാം x³ ആദ്യം എൻ്റർ ചെയ്തത് കൊണ്ട് ഇങ്ങനെ ചെയ്തതാണ് എന്ന് മാത്രം. ഇപ്പോഴും നമുക്കത് x³ - 3x + 2 കർവ് ലഭിച്ചു. ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്.
നമുക്ക് നേരിട്ട് പറയാവുന്നതേ ഉള്ളൂ. -∞ മുതൽ -1 വരെ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. 1 മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ വീണ്ടും ഇൻക്രീസിംഗ് തന്നെയാണ്. -1 മുതൽ +1 വരെ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. ഇതാണ് നാം ഇവിടെ ആൻസറായിട്ട് എഴുതാനുള്ളത്. -∞ മുതൽ -1 വരെയും 1 to ഇൻഫിനിറ്റിയും ഇൻക്രീസിംഗ് ആണ്. -1 to 1 ഡിക്രീസിംഗ് ആണ്. ദെൻ രണ്ടാമത്തെ ഭാഗം, മേക്ക് ദ ഡിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് π/4. നാം നേരത്തെ തന്നെ π/4ലേക്ക് മാറ്റിയിട്ടുണ്ട്. sin x പ്ലസ് cos x, കർവ് sin x പ്ലസ് cos x, sin x പ്ലസ് cos x, sin x പ്ലസ് cos xൻ്റെ കർവ് എൻ്റർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓൾജിബ്രയ്ക്ക് വ്യൂവിൽ നാം എൻ്റർ ചെയ്ത കർവ് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. തുടർന്ന് 0π എന്ന ഇൻ്റർവെല്ലിൽ എവിടെയാണ് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്? ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. 0 മുതൽ π വരെയുള്ള ഇൻ്റർവെൽ 0 മുതൽ π വരെയാക്കി സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കർവ് ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ, ഇൻ്റർവെൽ മാത്രം നാം പരിഗണിച്ചാൽ മതി. നമുക്കറിയാം ഇൻക്രീസിംഗ് 0 മുതൽ π/4 വരെ ഇൻക്രീസിംഗ് ആണ്. തുടർന്ന് 0 മുതൽ π വരെയാണ്. 3π/4 മുതൽ π വരെ വീണ്ടും ഡിക്രീസിംഗ് ആണെന്ന് കാണാം. അപ്പോൾ നാം ഇവിടെ ആൻസറായിട്ട് എഴുതേണ്ടത് 0 മുതൽ π/4 വരെ ഇൻക്രീസിംഗ് ആണ്, π/4 മുതൽ π വരെ ഡിക്രീസിംഗ് ആണ്. നേരിട്ട് എഴുതുന്നു. ദെൻ ഇതിലെ മൂന്നാമത്തെ ചോദ്യം, ഡു ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ക്രിയേറ്റ് എൻ അപ്ലെറ്റ്. അതിനുവേണ്ടി ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. നാം ഇവിടെ ചെയ്യുന്നത് ആ കർവ് f(x) = x² - 2x, x² - 2x, x² - 2x ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്തു. നമുക്കൊരു കർവ് ലഭിച്ചു, x² - 2x. മുൻപ് ചെയ്ത അതേപോലെ തന്നെ ഒരു പ്ലോട്ട് ചെയ്യാനൊരു പോയിൻ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തേണ്ടതുണ്ട്. എ എന്ന പോയിൻ്റ് നേരിട്ട് പ്ലോട്ട് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് a, f(a). ഇവിടെ f(a) എഴുതാൻ കാരണം സ്ലൈഡർ a ആയതുകൊണ്ട് മാത്രമാണ്. a എന്ന പോയിൻ്റ് ലഭിച്ചു. ചില സമയത്ത് ഇതേ രീതിയിൽ കാണുമ്പോൾ സ്ലൈഡർ 4.18-ലാണ്. അതുകൊണ്ടാണ് a എന്ന പോയിൻ്റ് കാണാത്തത്. ഇതായിപ്പോൾ സ്ലൈഡർ വേണ്ട രീതിയിൽ കാണുന്ന രീതിയിലാണ്. ഇനി ഒരു ടാൻജൻ്റാണ് നമുക്കിവിടെ വരയ്ക്കാനുള്ളത്. ടാൻജൻറ്റ് വരയ്ക്കാൻ എ എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. കർവിനാണ് ടാൻജൻറ്റ്, കർവിൽ ക്ലിക്ക് ചെയ്യുന്നു. ലൈനിനാണ് സ്ലോപ്പ് വരയ്ക്കേണ്ടത്. ലൈനിൻ്റെ സ്ലോപ്പ് എല്ലായിടത്തും ഒരുപോലെയായിരിക്കും. ഏതെങ്കിലും പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും. ഇനി മുൻപ് ചെയ്ത പോലെ തന്നെ ഏത് പോയിന്റ് മുതൽ ആണ് സ്ലോപ്പ് നെഗറ്റീവ്, ഏത് പോയിന്റ് മുതലാണ് സ്ലോപ്പ് പോസിറ്റീവ് എന്നതാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. ഇപ്പോഴും സ്ലോപ്പ് നെഗറ്റീവായിട്ട് തുടരുകയാണ്. -14.24 വീണ്ടും സ്ലോപ്പ് നെഗറ്റീവ് തന്നെയാണ്. നമുക്കറിയാം സ്ലോപ്പ് 1 വരെ, സ്ലൈഡർ 1 വരുന്നത് വരെ സ്ലോപ്പ് നെഗറ്റീവ് ആകും. 1 മുതൽ വീണ്ടും പോസിറ്റീവുമാകുമെന്ന് നമുക്കറിയാം. എന്നാലും അത് ശരിയാണോ എന്നൊന്ന് പരിശോധിക്കുന്നു. സ്ലൈഡറിൻ്റെ വാല്യൂ 1ലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? 0.87. ഇപ്പോഴും സ്ലോപ്പ് നെഗറ്റീവാണ്. ഇപ്പോൾ സ്ലോപ്പ് 0 ആണ്. അതായത് -∞ മുതൽ 1 വരെ സ്ലോപ്പ് നെഗറ്റീവാണ്. 1 മുതൽ വീണ്ടും സ്ലോപ്പ് പോസിറ്റീവാണ്. അതുകൊണ്ട് നാം ഇവിടെ ആൻസറായിട്ട് എഴുതാനുള്ളത് slope of the tangent is negative, -∞ 1, slope of the tangent is positive 1 infinity. ഇതാണ് ഇവിടെ എഴുതാനുള്ളത്. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം മറ്റൊരു കർവ് അവിടെ എഡിറ്റ് ചെയ്യാണ് വേണ്ടത്. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്യുന്നു. ആ കർവിൻ്റെ പേര് x³ + x + 1 എൻ്റർ. ഇപ്പോൾ കർവ് എൻ്റർ ചെയ്തപ്പോഴാണ് മാറിയത്. x³ + x + 1.
എക്സ് ക്യൂബ് എക്സ് പ്ലസ് 1. ഇനി ഇതിൽ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ സ്ലോപ്പിൻ്റെ പ്രത്യേകത നോക്കാം. സ്ലോപ്പ് ഇപ്പോൾ പോസിറ്റീവാണ്, ഇപ്പോഴും പോസിറ്റീവാണ്, എല്ലാ സമയത്തും പോസിറ്റീവാണ്. ഇപ്പോൾ സ്ലോപ്പ് 1 ആയി എന്ന് മാത്രമേ ഉള്ളൂ, എങ്കിലും സ്ലോപ്പ് എല്ലായ്പ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് നാം പറയാനുള്ളത് സ്ലോപ്പ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. എഫ് ഈസ് ഇൻക്രീസിങ് ഇൻ ആർ. ദെൻ അവസാന ചോദ്യം, ഒരു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, അതിൽ ഇൻക്രീസിങ് ഡിക്രീസിങ് ഡെറിവേറ്റീവ് മെത്തേഡിലൂടെ കണ്ടുപിടിക്കുകയാണ് നാം ഇവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി ബാക്കി എല്ലാ ഭാഗവും ഡിലീറ്റ് ചെയ്യുന്നു, ഡയറക്റ്റ് എൻ്റർ ചെയ്യുന്നു. 3x ക്യൂബ് മൈനസ് 7x സ്ക്വയർ മൈനസ് 10x പ്ലസ് 5. 3x ക്യൂബ് മൈനസ് 7x സ്ക്വയർ മൈനസ് 10x പ്ലസ് 5. ഡെറിവേറ്റീവാണ് നാം ഇവിടെ കാണുന്നത്. അതിനുവേണ്ടി ഇൻപുട്ട് ബാറിൽ DER ബ്രാക്കറ്റ് F. ഇപ്പോൾ ഡെറിവേറ്റീവ് കിട്ടി. ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ്. നമുക്ക് വേണമെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ കളർ ഒന്ന് വേണമെങ്കിൽ മാറ്റാം. തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായി കളർ റെഡ് കളർ കൊടുക്കാം. റെഡ് കളറിലുള്ളതാണ് ഡെറിവേറ്റീവ്. ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വിത്ത് എക്സ് ആക്സിസ് ആൻഡ് എഫ് ഡാഷ് എക്സ്. ഇപ്പോൾ AB 2 പോയിൻ്റ് ലഭിച്ചു. എയുടെ കോർഡിനേറ്റ് -0.53,0, ബിയുടെ കോർഡിനേറ്റ്സ് 2.09,0. അതായത് ഇതിൻ്റെ മീനിങ് -∞ മുതൽ 0.53 വരെ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. അതുപോലെ തന്നെ 2.09 മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. ഇതിനിടയിലുള്ള പോയിൻ്റായ ഓപ്പൺ ഇൻ്റർവെല്ലായ -0.53 മുതൽ 2.09 വരെ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. ആ സമയത്ത് ഡെറിവേറ്റീവ് ബിലോ എക്സ് ആക്സിസ്, അതായത് ആ ഭാഗത്ത് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെന്ന് ചുരുക്കം. അപ്പോൾ നാം ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഇൻ -∞ -0.53, 2.9 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള രണ്ട് ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ് എന്നും -0.53 മുതൽ 2.09 വരെ വരുന്ന ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണെന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. വളരെ എളുപ്പത്തിൽ 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ലാബാണ് ലാബ് 27 ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.